വെൽക്കം ടു ബനാറസ്, ദി ലാൻഡ് ഓഫ് ഗോഡ്. ഞാനിപ്പോൾ ഉള്ളത് വാരണാസിയിലാണ്. ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണല്ലോ വാരണാസി. സോ ഞാനും എന്താണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് റീൽസ് കണ്ട് ഓക്കെ ഇന്ന് ഇവിടെ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാമെന്ന് കരുതി ഒരു 3 days പ്ലാൻ ചെയ്ത് വന്നതാണ്. ഞാൻ താമസിക്കുന്നത് ഗോസ്റ്റോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഹോസ്റ്റലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഗോസ്റ്റോപ്സ് ഹോസ്റ്റൽ എന്നൊക്കെ പറയുന്നത് ഇന്ത്യ മൊത്തം ഉള്ള ഒരു ഹോസ്റ്റൽ ശൃംഖലയാണ്. സോ ഗോസ്റ്റോപ്സ് ഇതാണ് ഗോസ്റ്റോപ്സ്. ഞാനിവിടെ താമസിക്കുന്നത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോർമെട്രിയിലാണ് ഞാൻ താമസിക്കുന്നത്. കുഴപ്പമില്ല, നല്ല നീറ്റാണ്. ഒരു 800-850 രൂപയ്ക്ക് നമുക്ക് നല്ലൊരു സ്റ്റേ ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് എല്ലാം. പാസിഘട്ടായാലും ദശാശ്വമേധ് ഘട്ടായാലും എല്ലാം നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ നടുവിലാണ് ഈ ഗോസ്റ്റോപ്സ് ഉള്ളത്. സോ ഒരു 3 day വാരണാസി എങ്ങനെയായിരിക്കണം, വാരണാസി ട്രിപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. സോ ഓരോ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് ഞാൻ അവിടുത്തെ വീഡിയോസ് കാണിച്ചു തരാം. വാരണാസി വന്നു കഴിഞ്ഞാൽ ആദ്യം വിസിറ്റ് ചെയ്യേണ്ട ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് കാൽഭൈരവ് ടെമ്പിളാണ്. ഞാനിപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ ആൾക്കാരിങ്ങനെ വഴിനീളെ തിലക് ലഗാനാഹെ എന്ന് ചോദിച്ച് നിൽക്കും. നമ്മുടെ നെറ്റിയിൽ ചന്ദനം അങ്ങനെ വീതിയിൽ ഇങ്ങനെ തേക്കും. അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് അവർ നമ്മുടെ അടുത്ത് ചോദിക്കും. എനിക്ക് ബേസിക്കലി താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഞാനിപ്പോൾ 2-wheeലറിലാണ് വന്നത്. റാപ്പിഡോയുടെ ബൈക്ക് എടുത്തിട്ട് അങ്ങനെ വന്നത്. നമുക്ക് ഓല, ഊബർ, റാപ്പിഡോ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഞാനിപ്പോൾ ഒറ്റയ്ക്കായതുകൊണ്ട് നമുക്ക് 2-wheeലറിൽ വരുന്നതാണ് കുറച്ചുകൂടെ ക്യാഷ് ലാഭിക്കാൻ പറ്റുന്നൊരു വഴി. അവർ നമ്മളെ കാൽഭൈരവ് ടെമ്പിളിൻ്റെ ഗേറ്റ് വരെ ഡ്രോപ്പ് ചെയ്യും. അവിടെ നിന്ന് നമുക്ക് നടന്ന് അമ്പലത്തിലേക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് ചെരുപ്പ് നമുക്ക് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ പറയും ചെരുപ്പ് ഫ്രീ ആണ്, പക്ഷെ നിങ്ങൾ എന്തെങ്കിലും പ്രസാദം വാങ്ങിച്ചിട്ട് പോകണം. അങ്ങനെ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതായിരുന്നു. ഇത് അമ്പലത്തിൽ കൊടുക്കണം. ബിസിനസ്, മതം വിറ്റ് ബിസിനസ് ആക്കുന്ന ആൾക്കാർ. ഒരു 1.5 ക്യൂ ആണ് ഗൈസ്. ഏതൊക്കെ ക്യൂ വഴികളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ആ വഴി എടുക്കൂ, ഈ വഴി എടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണോ എന്തോ അറിയില്ല. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ നെറ്റിയിൽ ചന്ദനം തേക്കണോ എന്ന് ചോദിച്ച് പിന്നാലെ നടക്കുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ക്യൂ എന്നൊക്കെ പറഞ്ഞ ഒരു 1.5 ക്യൂ ആണ്. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് ഇത്ര ക്യൂ ഉണ്ടാവില്ല എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. സോ ഞാൻ ഈ സാധനം പിടിച്ച് വെയിറ്റ് ചെയ്യണം. നെവർ എൻഡിങ് ക്യൂ ആണ്. ഇതിന്നൊന്നും തീരുന്നു തോന്നുന്നില്ല. ഇതൊക്കെയാണ് വാരണാസിയിലെ വഴികൾ. ₹30. എൻ്റെ അമ്മോ, വലിയൊരു കടമ്പ കടന്നു. ഫസ്റ്റ് ടെമ്പിൾ വിസിറ്റ് ഡൺ സക്സസ്ഫുള്ളി. ഇന്ന് കാൽഭൈരവ് എന്ന ഈ ആളുടെ ബർത്ത്ഡേ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ക്യൂ എന്നാണ് അവർ പറയുന്നത്. ചെരുപ്പ് വെച്ച് അവിടെ എനിക്കൊരു പ്രസാദം തന്നു അവിടെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു സാധനം കിട്ടി. ഇത് പ്രസാദമാണ്, അത്ര സ്വീറ്റാണ്. കാൽഭൈരവിൻ്റെ ബർത്ത്ഡേക്ക് മാത്രം
കൊടുക്കുന്ന ഒരു സ്വീറ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ വാരണാസി എന്ന് പറയുന്നത് ബേസിക്കലി വളരെ പുരാതനമായ നഗരങ്ങളിലൊന്നാണ് വാരണാസി. അതിൻ്റെതായ ഈ പഴമ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. വൃത്തിഹീനം എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും വൃത്തിയില്ലാത്തൊരു സ്ഥലമാണ് വാരണാസി. അതെനിക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷെ എന്നാലും എനിക്കതൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഈ സ്ഥലങ്ങളൊക്കെ ഒരുപാട് ചരിത്രം പറയാനുള്ള, ഒരുപാട് അത്രയും പഴയതായിട്ടുള്ളൊരു നഗരമായതുകൊണ്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ കിളിയൊക്കെ പോയി. ഭയങ്കര തിരക്ക്, ഒട്ടും വൃത്തിയില്ല. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്നത്, വണ്ടി ഓടിക്കുന്നത് ഇറ്റ്സ് സോ ഹൊറിബിൾ. ഒരു കൺട്രോളും ഇല്ലാതെയാണ് വണ്ടി ഓടിക്കുക. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 4-5 പേരെ തട്ടിയിട്ടിട്ടൊക്കെ പോകും. പക്ഷെ എന്നാലും ആരും കംപ്ലൈൻ്റ് ഒന്നും പറയില്ല. അത്രയും ധൃതിയാണ് എല്ലാവർക്കും, അത്രയും തിരക്കാണ് ഇവിടെ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കിപ്പോൾ വാരണാസിയിൽ വന്നാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാം. തിരക്കിഷ്ടമല്ലാത്തവർ, വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ താമസിക്കാൻ പറ്റാത്തവരൊന്നും വാരണാസി ഒരിക്കലും വിസിറ്റ് ചെയ്യരുത്. പിന്നെ ഭക്തിമാർഗത്തിലൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഒരുപാട് എന്താ പറയുക, നമുക്ക് അമ്പലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ ഒരുപാട് വിസിറ്റ് ചെയ്യാനുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഫസ്റ്റ് ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഫേമസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള കച്ചോടി അത് കഴിക്കാനാണ് പോകുന്നത്. പക്ഷെ എൻ്റെ അമ്മോ, ബനാറസ് കച്ചോരി ബന്ധാർ കാണിച്ചു തരാം. ഇതാണ് കച്ചോരി. ഇവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഈ സാധനം, ഇതും ജിലേബിയും കൂടെയാണ് കഴിക്കുക. ബനാറസിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. കച്ചോരി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രീറ്റ് ഫുഡ് ആണെങ്കിലും പ്രതീക്ഷിച്ചത്ര അലമ്പല്ല. പോലെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. ഈ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇത് കഴിക്കുമ്പോൾ, തല്ലിപ്പൊളി ആയിരിക്കുമെന്ന്. പക്ഷെ നന്നായിട്ടുണ്ട്. ബനാറസിൽ വന്ന് നമ്മൾ കാൽഭൈരവ് ടെമ്പിളിൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സ്പോട്ടാണ് ഇത്. ബനാറസ് കച്ചോരി ഭണ്ഡാർ എന്ന് പറയും. നല്ല കച്ചോരിയും ജിലേബിയും ഒക്കെ കിട്ടും. വലിയ വൃത്തിയൊന്നുമില്ല, പക്ഷെ എന്നാലും അത്ര ബോറല്ല, നൈസാണ്. ജിലേബിയാണ് ഇനി അടുത്ത ട്രൈ ചെയ്യാൻ പോണേ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള ജിലേബി അല്ല അത്, വേറൊരു ടേസ്റ്റ്. പക്ഷെ നന്നായിട്ടുണ്ട്. അങ്ങനെ കാൽഭൈരവ് ക്ഷേത്രത്തിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കച്ചോരി ആൻഡ് ജിലേബി കഴിച്ചു. ഇനി അടുത്തത് ഇതിനടുത്ത് തന്നെയാണ്, ഒരു 250 meters വാക്കേ ഉള്ളൂ, മൃത്യുഞ്ജയ ടെമ്പിൾ, മഹാമൃത്യുഞ്ജയ ടെമ്പിൾ. അവിടെയും കൂടെ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ക്ഷേത്ര ദർശനം കഴിഞ്ഞു. ബേസിക്കലി നമ്മൾ വാരണാസി വന്നു കഴിഞ്ഞാൽ ആദ്യം വിസിറ്റ് ചെയ്യേണ്ട ടെമ്പിൾസിലൊന്നാണ് കാൽഭൈരവും മഹാമൃത്യുഞ്ജയും. അത് കഴിഞ്ഞിട്ടാണ് അത്രയും കാശി വിശ്വനാഥ ക്ഷേത്രമൊക്കെ നമ്മൾ കാണേണ്ടത് എന്നാണ് പറയുക. സോ ഞാനിപ്പോൾ ഈ മഹാമൃത്യുഞ്ജയ ക്ഷേത്രത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഞാൻ നേരെ ഹോട്ടലിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സ് വരും. എന്നിട്ട് അവരെയും കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കറങ്ങാൻ പോകും. വാരണാസിയിലെ എല്ലാ ചെറിയ വഴികളിലും, വഴികളുടെ ചുമരുകളിലൊക്കെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ടാവും. ഇപ്പോൾ കാണാൻ പറ്റും. എല്ലാതരം ഹിന്ദു മതത്തിലുള്ള എല്ലാ ദൈവങ്ങളുടെയും
പെയിൻറ്റിങ്സ് ഇങ്ങനെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ടാവും. അതാണ് കുറച്ചെങ്കിലും വാരണാസിയെ കളർഫുൾ ആക്കുന്നത്, ടു ബി ഓണസ്റ്റ്. ഇവിടെയും സെയിം അവസ്ഥയാണ്. ചെരുപ്പ് നമുക്ക് വഴിയിൽ വയ്ക്കാം, പക്ഷെ ആരെങ്കിലും എടുത്തു പോകുമെന്നുള്ള പേടി കാരണം നമ്മൾ ഈ പൂവൊക്കെ വയ്ക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഏൽപ്പിക്കും. അപ്പോൾ അതിന് പകരം അവർ നമ്മളുടെ അടുത്ത് കാശ് കൊടുത്ത് ഈ സാധനം വാങ്ങണം എന്ന് പറയും. അങ്ങനെ വീണ്ടും ഞാൻ ഒരു 50 രൂപ കൊടുത്ത് ഈ പ്രസാദം വാങ്ങിച്ചു. എന്നിട്ട് അവിടെ ചെരുപ്പ് വെച്ചു. എന്നിട്ട് അമ്പലത്തിനകത്തേക്ക് കടന്നിരിക്കുക. वही धागा है, वही धागा लगा हुआ है. रवींद्रन केरला से हूँ मैं. अच्छा, केरला से. हाँ. भैया डालना है तो शर्ट पहन ले. यही जो डिजाइन बना हुआ है ना इसके ऊपर, यही बनता है. हाँ, ബനാറസി സിൽക്ക് ഉണ്ടാക്കുന്ന നൂലില്ലേ, ആ നൂലുണ്ടാക്കുന്ന ഫാക്ടറിയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോയത്. നൂലിങ്ങനെ കറക്കി അങ്ങനെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി ബനാറസി സിൽക്ക് ആക്ച്വലി ഉണ്ടാക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റിയാൽ അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത ഡെസ്റ്റിനേഷൻ അസൈഘട്ടാണ്. അസൈഘട്ടിൽ നിന്നും ഞങ്ങൾ ദശാശ്വമേധ് ഘട്ടിലേക്ക് ബോട്ട് വഴി പോകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇവിടെ ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. നല്ല ഭംഗിയുള്ള ആംബിയൻസ് ആട്ടോ അസൈഘട്ട്. ഞങ്ങളങ്ങനെ ബോട്ടിൽ കയറി സ്ട്രെയിറ്റ് ടു ദശാശ്വമേധ് ഘട്ട് ഫോർ ഈവനിങ് ആരത്തി. അവിടെ നിന്ന് ഈവനിങ് ആരത്തി കഴിഞ്ഞിട്ട് ഹോപ്പ്ഫുള്ളി ഞങ്ങൾ മണികർണിക ഘട്ടിൽ പോയി അവിടെ നിന്ന് ശവം കത്തിക്കുന്നത് കാണും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സ്ട്രീറ്റ്സിലൂടെയൊക്കെ ഒന്ന് നടന്ന് ബാക്കി പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് മണികർണിക ഘട്ട്. മരിച്ചു കഴിഞ്ഞാൽ ശവം സംസ്കരിക്കുന്നത് ഇവിടെയാണ്. മരണത്തിൻ്റെ അനിവാര്യത അടുത്തറിയാനും മരണത്തിനു മുമ്പിൽ നമ്മളെല്ലാവരും എത്ര നിസ്സഹായരാണെന്നും തിരിച്ചറിയാൻ മണികർണിക ഘട്ടിനപ്പുറം ഒരു മികച്ച സ്ഥലമില്ല. ഡോം എന്ന ജാതിയിൽപ്പെട്ടവരാണ് ഈ ചിതകളിൽ തീ പകരുന്നത്. ദിനംപ്രതി 400ഓളം ശവശരീരങ്ങൾ കത്തുന്ന ഈ മണികർണിക ഘട്ട് നമ്മളെല്ലാവരും എത്ര നിസ്സാരരാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മനുഷ്യർക്ക് തരുന്നത്.
ആർ ഡേ 2 ഇൻ വാരണാസി. രാവിലെ അസിഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് മോർണിംഗ് ആരത്തി ഉണ്ട്. അവിടെ മോർണിംഗ് ആരത്തി കാണാൻ വന്നിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. സോ അസിഘട്ടിലാണ് മോർണിംഗ് ആരത്തി മെയിനായിട്ട് നടക്കുക. ഈവനിങ് ദശാശ്വമേധ് ഘട്ടിൽ ഈവനിങ് ആരത്തി നടക്കും. സോ അസിഘട്ടിൽ മോർണിംഗ് ആരത്തി കാണാൻ വരണമെങ്കിൽ 5:30 സ്റ്റാർട്ട് ചെയ്യും. സോ ഒരു 5 ആകുമ്പോഴേക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് നിൽക്കാം. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ആരത്തി. മോർണിംഗ് ആരത്തി കഴിഞ്ഞു. ഇനി ഞങ്ങൾ ബോട്ടിലാണ് പോകുന്നത് ടു ദശാശ്വമേധ് ഘട്ട്. ഞങ്ങളൊരു പ്രൈവറ്റ് ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ബോട്ടിന് 2000 രൂപയാണ് അവർ പറയുന്നത്. സോ ഞങ്ങൾ ഗംഗാനദിയിലൂടെ ബോട്ട് റൈഡ് ചെയ്ത് ദശാശ്വമേധ് ഘട്ടിലോട്ട് പോവുകയാണ്. സോ ഹോപ്പ്ഫുള്ളി നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്നു സ്വച്ഛ് ഭാരത്. അയ്യോ ലൈഫ് ജാക്കറ്റ് പോലും നോക്കില്ല. ഞാൻ ഈ സൈഡിൽ ഇരിക്കട്ടെ. അല്ല അപ്പൊ ബാലൻസ് ആവില്ല. ബോട്ടിന് നല്ല ആട്ടമുണ്ട്. ചേട്ടൻ ഭയ്യ എന്നാ നീ നടുക്കിരിക്കും. വേണ്ട നടുക്ക അവളെ ഇരുന്നോട്ടെ. അവളിത്ര ഒരുങ്ങിയൊക്കെ ഒന്നുണ്ട്. അതിമനോഹരമായ കാഴ്ചയാണിത്. സത്യം പറഞ്ഞാൽ മോർണിംഗ് റൈഡ് പ്രൈവറ്റ് ബോട്ട് എടുത്ത് അസിഘട്ടിലൂടെ പോകണം എന്ന് ഞാൻ എല്ലാവരുടെ അടുത്തും പറയും. കാരണം നല്ല വ്യൂ ആണ്. സൺറൈസ് മര്യാദയ്ക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, വിൻ്റർ ആയതുകൊണ്ട്. പക്ഷേ ഈ ഗംഗാനദിയിലൂടെ പോകുന്നത്, ഈ വ്യൂ, ഈ പക്ഷികൾ പറക്കുന്നത്, ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ബനാറസിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സൺറൈസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. ഇപ്പോഴാണ് ശരിക്കും സൺറൈസ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോഴാണ് സൂര്യൻ ഉദിച്ചത്. ഭയങ്കര പീസ്ഫുൾ, ഭയങ്കര ഭംഗി. സോ ആസ് പെർ മൈ അണ്ടർസ്റ്റാൻഡിങ് വാരണാസി വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫുഡ്, കുറേ ചാട്ട് ഐറ്റംസ് ഉണ്ട്, അതൊക്കെ ട്രൈ ചെയ്യാം. അതുപോലെ ബോട്ട് റൈഡ്, മോർണിംഗ് അസിഘട്ടിൽ വന്ന് മോർണിംഗ് ആരത്തി കണ്ട് ഒരു പ്രൈവറ്റ് ബോട്ട് എടുത്ത് നമ്മൾ ബോട്ട് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ വിറ്റ്നസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൺറൈസ് ഇൻ വാരണാസി. ഓ, സീകളിലൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. ഇത് പശു മരിച്ചു കിടക്കണം. ബോട്ട് റൈഡ് കഴിഞ്ഞ് ഒരു ചായ കുടിച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പേര് മിസ്സാകുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്ത് പറയുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു അങ്കിള് വന്നിട്ട് അവരുടെ വൈഫിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ഫോണൊക്കെ വാങ്ങിച്ച് ഫോൺ ചെയ്ത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ VVIPs ഒക്കെ വരുന്നുണ്ട്. അത് കാരണം റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് അവർക്ക് വേണ്ടി മാത്രം വഴി കൊടുത്ത് ലോക്കൽസിനൊക്കെ വഴി തിരിച്ചു വിടുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ ഭയങ്കര ക്രൗഡഡാണ്.
ഞങ്ങൾ ചായ കുടിച്ച് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഇതാണ് ലക്ഷ്മി ചായ് വാല. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റായ മലായി ടോസ്റ്റ് ഭയങ്കര ഫേമസാണ്. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ വന്നാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്കത് കിട്ടിയില്ല. സോ സാധാരണ ഒരു ടോസ്റ്റ് വാങ്ങിച്ച് കഴിച്ച് ഒരു ചായയും കുടിച്ച് ഞങ്ങൾ അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് പോയി. വാരണാസിയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കഴിക്കേണ്ടത് ഇതൊക്കെയാണ്: ലക്ഷ്മി ചായ് വാലയിലെ മലായി ടോസ്റ്റ്, പിന്നെ വിൻ്ററിൽ മാത്രം കിട്ടുന്ന മലായിയോ എന്ന് പറയുന്ന ഒരു ഡെസേർട്ട്, പിന്നെ കാശി ചാട്ട് ഭണ്ഡാറിലെ ചാട്ട് ഐറ്റംസ്, പിന്നെ പാൻ, പിന്നെ ഠണ്ടായി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊന്നും കഴിക്കാതെ നമ്മൾ വാരണാസി വിടരുത്. അത്രയ്ക്കധികം രുചിയുള്ള ഭക്ഷണങ്ങളാണ് വാരണാസി നമുക്ക് തരിക. ഐ വുഡ് സേ ഇന്ത്യയിലെ ഏറ്റവും അൺഹൈജീൻ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വാരണാസി ആയിരിക്കും. എവിടെ നോക്കിയാലും ഒട്ടും വൃത്തിയില്ലാത്ത സ്ഥലമാണ്. ഞങ്ങളൊന്ന് മണികർണിക ഘാട്ടിലൂടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ സൈഡിലേക്ക് പോകാൻ നോക്കിയതാണ്. ബ്ലോക്ക് കാരണം പറ്റുന്നില്ല. ബ്ലോക്ക് മാത്രമല്ല, ഈ കാണുന്ന ചെറിയ വഴിയിലൂടെ പശുക്കളും പട്ടികളും മനുഷ്യന്മാരും വണ്ടികളും എല്ലാവരും പോയിട്ട് ഫുൾ ബ്ലോക്കായിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ ഞങ്ങൾ തിരിച്ച് മെയിൻ റോഡിലോട്ട് വന്നുകൊണ്ടിരിക്കുക. വി ആർ സോ ടയർഡ്. ഭയങ്കര ക്രൗഡാണ് വാരണാസി. തിരക്കിൻ്റെ 5 കളി. ഇനി കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ഏർലി മോർണിംഗ് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ആക്ച്വലി ഉച്ചയായി. സോ തിരക്ക് ക്യൂ എന്നൊക്കെ പറയുന്നത് ഒരു 2-3 കിലോമീറ്റർ ദൂരെ വരെ ക്യൂ ഉണ്ട്. സോ ഞങ്ങൾ പോകുന്നില്ല. പറ്റിയാൽ ഞാൻ നാളെ പോവും, ഇല്ലെങ്കിൽ പോവില്ല. ഞാൻ അതിൻ്റെ ഔട്ട്സൈഡ് കാഴ്ചകൾ കണ്ടു, ബട്ട് അതൊരു അമ്പലം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു ബിൽഡിംഗ് ടൂറിസ്റ്റ് ആൾക്കാർക്ക് അട്രാക്റ്റഡ് ആവാൻ വേണ്ടി കെട്ടിയിരിക്കുന്ന ഒരു ബിൽഡിംഗ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലിറ്ററലി ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു കാശി വിശ്വനാഥ ക്ഷേത്രം. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് കരുതി നാളെ പോവാന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. സോ ഇപ്പൊ ഞങ്ങൾ ഓരോ സ്ട്രീറ്റ് ഇങ്ങനെ നടന്ന് നോക്കി ഫുഡൊക്കെ കഴിച്ച് ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഇപ്പം മനസ്സിലുള്ളൂ. ബിക്കോസ് വാരണാസിയിലെ ഫുഡ് കിടുവാണ്, ഒരു രക്ഷയില്ല. ഏത് ഫുഡും അടിപൊളിയാണ്. മലായിയോ കഴിച്ചു, പാൻ കഴിച്ചു, ടോസ്റ്റ് കഴിച്ചു, അങ്ങനെ പലതരം വെറൈറ്റി ഫുഡുകൾ കഴിച്ചു. എല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ ഉഗ്രനായിരുന്നു. ദൈവം സഹായിച്ച് വയറൊന്നും കേടുവന്നില്ല. സോ ഞങ്ങൾ അടുത്ത ഭക്ഷണം ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ദിസ് വാരണാസി ട്രിപ്പ് എന്ന് പറയുന്നത് ക്ഷേത്ര ദർശനത്തെക്കാൾ ഉപരി ഞങ്ങൾക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ട്രിപ്പായിരുന്നു. സോ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ തപ്പി നടക്കുകയാണ്. എങ്ങനെയാണ് ഒത്തന്റിക്കലി നടക്കേണ്ടത് പറയുന്നത്? കാശിയിൽ വന്നിട്ട് കാശിയിലൊക്കെ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും നോർമലാണ്. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് വാരണാസിയുടെ നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള സാർനാഥിലാണ്. ഇറ്റ്സ് മൈ ലാസ്റ്റ് ഡേ ഇൻ വാരണാസി. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പോയി. സോ ഞാൻ ബാക്ക് ടു സോളോ ലൈഫ്. അപ്പോൾ എനിക്കിന്ന് തിരിച്ചു പോകണം. ഉച്ചയ്ക്ക് 3:30-ക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. സോ അതിനു മുമ്പ് സാർനാഥ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ആ ഭാഗമൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഈ ഭാഗം എങ്ങനെയാണെന്നൊന്ന് അറിയാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഉള്ളത് സാർനാഥിലെ ബുദ്ധിസ്റ്റ് ടെമ്പിളിലാണ്. ഓപ്പൺ ചെയ്തിട്ടില്ല. സോ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക.
അപ്പോൾ അതിനു മുമ്പ് ഇവിടുത്തെ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. വാരണാസിയിലെ തിരക്കും ബഹളത്തിൽ നിന്നും കംപ്ലീറ്റ്ലി മാറി നിൽക്കുന്ന രീതിയിലുള്ള, പുറത്ത് ബഹളമുണ്ട്, പക്ഷെ ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് വാരണാസിയിലുള്ള അമ്പലങ്ങൾ പോലെയല്ല, ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. സോ ഇതിനപ്പുറത്ത് മ്യൂസിയം, സാരനാഥിൻ്റെ സ്തൂപം അതൊക്കെ ഉണ്ട്. സമയമുണ്ടെങ്കിൽ അത് കാണും. സോ ഞാനിപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു വാരണാസി ഫീമെയിൽ ട്രാവലേഴ്സിന് സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സോളോ ട്രാവൽ ചെയ്യുന്നവർക്ക് സേഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം കരുതിയത്, ഞാൻ കുറേ വ്ളോഗ്സിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് വാരണാസി ഭയങ്കര സേഫാണ്, ഫീമെയിൽ ട്രാവലേഴ്സിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ട്രിപ്പിൽ ടു ബി ഓണസ്റ്റ് എനിക്ക് അത്ര സേഫായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേയും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. സെക്കൻഡ് ഡേയും തേർഡ് ഡേയും എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കും എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി, ലൈക്ക് ഫ്രം ഓട്ടോ ഡ്രൈവേഴ്സ്. ഞാൻ ഫസ്റ്റ് ഡേ റാപ്പിഡോ ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അയാൾ എന്നോട് മിസ്ബിഹേവ് ചെയ്തു. അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൽ ഒരാളുടെ അടുത്ത് എന്താ പറയുക, അയാൾ ടച്ച് ചെയ്യാൻ പോയി. അങ്ങനെയുള്ള ചെറിയ രീതി, ചെറുതല്ലാതെ ആക്ച്വലി അങ്ങനെയുള്ള രീതിയിലുള്ള ബിഹേവിയറൽ സീൻസൊക്കെ ഉണ്ടായിരുന്നു. സോ അത് എനിക്ക് ഇത്രയും കാലം ട്രാവൽ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബാഡ് എക്സ്പീരിയൻസ് കിട്ടുന്നത്. എനിക്ക് മൊത്തത്തിൽ നെഗ്ഗായിപ്പോയി. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു, എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. ആൾക്കാരുടെ നോട്ടത്തിലും അതെല്ലാവിടെ പോയാലും ഉണ്ട്. ബട്ട് ആൾക്കാരുടെ നോട്ടത്തിലൊക്കെ, പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെയൊക്കെ നോട്ടത്തിലൊക്കെ ഭയങ്കര ഡാർക്ക് അടിപ്പിക്കുന്ന രീതിയിലുള്ള നോട്ടം ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പിൽ നിന്ന് എനിക്കും എൻ്റെ 1-2 ഫ്രണ്ട്സിനും ഫീൽ ചെയ്തായിരുന്നു. സോ പ്രത്യേകിച്ച് സോളോ ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒറ്റയ്ക്ക് വരാതിരിക്കുക ടു വാരണാസി. ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഒരിക്കലും. എന്തായാലും ഒരാളെ കൂടെ കൂട്ടിയിട്ട് വന്നാൽ മതി. ഒരുപാട് ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്കും ഇതുവരെ ഇങ്ങനൊരു നെഗ് അടിച്ചിട്ടില്ല. സോ എനിക്ക് ഇന്നലെ ആക്ച്വലി നൈറ്റൊന്നും പുറത്തു പോകാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത്രമാത്രം തിരക്കുണ്ട് വാരണാസിയിൽ. എന്നിരുന്നാൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ കിട്ടിക്കൊണ്ടിരിക്കും. സോ ഫീമെയിൽ ട്രാവലേഴ്സ്, ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്നവർ, സോളോ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഫസ്റ്റ് വാരണാസി ചൂസ് ചെയ്യാതിരിക്കുക. അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി നല്ല എക്സ്പീരിയൻസ്ഡായി നല്ല ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് വാരണാസി പോലുള്ള ഉത്തർപ്രദേശിലുള്ള ഏത് സ്ഥലമായാലും വന്നാൽ മതി. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ചായ കുടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനിലാണ്. ഇതിനടുത്ത് തന്നെ കുറേ അമ്പലങ്ങളുണ്ട്, ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി തിരിച്ചു പോകണമെന്നുള്ള പ്ലാനിലാണിപ്പോൾ. സാരനാഥ് കൂടുതൽ അടുത്തറിയാൻ വേണ്ടി ഞാനൊരു കുഞ്ഞ് ഗൈഡിനെ ഒപ്പിച്ചു. ആള് 200 രൂപ തന്നാൽ മതി, ഞാൻ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഫുൾ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആളിപ്പോൾ എൻ്റെ മുന്നിൽ നടക്കുന്നുണ്ട്. സോ ഞാൻ അയാളോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞു തരുന്നതായിരിക്കും. ये कौन सा मंदिर है? ये मुख्य टेम्पल है सारनाथ का, श्रीलंका टेम्पल. श्रीलंका टेम्पल. ഇതാണ് ശ്രീലങ്ക ടെമ്പിൾ. अब इधर है इस साइड. प्लेस 1 नेम 3
काशी, बनारस, वाराणसी। वो 12 किलोमीटर काशी से इधर आ पाया। इस एरिया का 2 नाम है। पहला नाम ऋषि पातन मृगदाव। दाव मतलब जंगल, ऋषि मतलब साधु, मृग मतलब जो हिरण बोलते। आज से 2600 वर्ष पहले ये पूरा इलाका जंगल था। इसी जंगल में साधु सन्यासी पशु पक्षी रहते। इसी जंगल में महात्मा बुद्ध गया बिहार का नाम सुना, जहाँ भगवान को इनलाइटमेंट हुआ, ज्ञान मिला। उस ज्ञान को बांटने के लिए गौतम बुद्ध जंगल में आए। 3 महीने बैठकर वर्षावास की यानी तपस्या किए और तपस्या करने के बाद मुख से आवाज़ निकाले, जिसको पाली लैंग्वेज में सार कहते। सार मतलब स्पीच, हाँ और नाथ मतलब बुद्ध। नाथ और सार दोनों को ज्वाइंट किया तो जगह का नाम सारनाथ हुआ। लेकिन सारनाथ को डेवलप किसने किया? ये व्हाइट स्टैचू जो देख रहे हैं श्रीलंका पीपुल, ये सामने हाँ अशोक, अशोकानो, ये? श्रीलंका पीपुल द नेम अनागारिका धर्मपाला। ओके इंडिया में आया 1891 में हाँ। और कोलकाता चला गया। हाँ। स्वामी विवेकानंद से मुलाकात किया हाँ और एक ट्रस्ट बनाया, महाबोधि सोसाइटी। हाँ, इसका नाम क्या है? धर्मचक्र स्तूपम, बौद्ध स्तूपम, सारनाथ स्तूपम और ओरिजिनल नेम धामेक स्तूपम। तो धामेका से एक मंत्र जन्म लिया कि बुद्धा धम्मा एंड संघा। ये पूर्ण मंत्र है कि बुद्धं शरणं गच्छामि, धम्मं शरणं गच्छामि, संघं शरणं गच्छामि। मूल मंत्र नजदीक से फोटो।